ബഹ്റൈനിലെ പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. ബഹ്റൈൻ എയർപോർട്ടിലെ ചെക്ക് ഇൻ നടപടിക്രമങ്ങളിൽ കാര്യമായ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇതുവരെ വിമാന കമ്പനിയുടെ കൗണ്ടറിൽ നിന്ന് ബോർഡിംഗ് പാസ് വാങ്ങിയ ശേഷമായിരുന്നു ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തേണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വിമാന കമ്പനിയുടെ കൗണ്ടറിൽ ചെക്ക് ഇൻ ചെയ്യാനായി പാസ്പോർട്ട് നൽകുമ്പോൾ തന്നെ യാത്രാവിലക്കടക്കമുള്ള പ്രശ്നങ്ങൾ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. ഈ കൗണ്ടർ ഇമിഗ്രേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തൊട്ടടുത്തുള്ള ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി ചെറിയ പിഴകളോ മറ്റോ ആണെങ്കിൽ അത് അടച്ച ശേഷം വീണ്ടും വിമാന കമ്പനിയുടെ കൗണ്ടറിലെത്തി ബോർഡിംഗ് പാസ് വാങ്ങാം. ഇതിന് അല്പം സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം എത്തുമ്പോൾ നിശ്ചിത സമയം കഴിഞ്ഞാൽ വിമാന കമ്പനിയുടെ കൗണ്ടർ അടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ബോർഡിംഗ് പാസ് കിട്ടാതെ യാത്ര മുടങ്ങിയേക്കാം. ഇതുവരെ ബോർഡിംഗ് പാസ് ആദ്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇമിഗ്രേഷനിൽ വൈകിയാലും യാത്ര മുടങ്ങില്ലായിരുന്നു. നടപടിക്രമങ്ങളിൽ ഈ മാറ്റം വന്നതുകൊണ്ട് നേരത്തെ തന്നെ എയർപോർട്ടിലെത്താൻ ശ്രദ്ധിക്കണം. ചെറിയ സാമ്പത്തിക ബാധ്യത ആണെങ്കിൽ പോലും അവ വരുത്തിയിട്ടുള്ളവർ അത് അടച്ചു തീർത്തതിനു ശേഷം മാത്രം യാത്രക്കൊരുങ്ങുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ എന്തെങ്കിലും യാത്രാ തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പരിശോധിച്ചു വെക്കുന്നതാണ് നല്ലത്. പുതിയ നിർദ്ദേശപ്രകാരം ഇലക്ട്രിസിറ്റി, ഫോൺ, സർക്കാർ ഫീസുകൾ അടക്കമുള്ള യൂട്ടിലിറ്റി ബില്ലുകളിൽ കുടിശ്ശികയുണ്ടെങ്കിൽ പോലും നിങ്ങൾ എയർപോർട്ടിൽ തടഞ്ഞു വെക്കപ്പെട്ടേക്കാം.